ഹൈ കൂട്ടുകാരെ, എല്ലാവർക്കും ലച്ചു ഫാമിലി എന്ന കൊച്ചു ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ പറയുന്നത് സ്ത്രീത്വത്തെ ഏറ്റവും കൂടുതൽ ആരാധിക്കേണ്ട ഒരു നിമിഷമാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ദീപ ജോസഫ് ഒരേ സമയം എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അറിയാം. ഈ ഒരുപാട് ഇൻ്റർവ്യൂ ആളുകൾ എടുക്കുന്നുണ്ട് അല്ലേ? തുണി അഴിച്ചിട്ടവരും അല്ലാത്തതും ആയിട്ടുള്ള ഒരുപാട് ആളുകളുടെ പുറകെ നടന്ന വീഡിയോസും ഇതൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഈ ദീപ ജോസഫിനെ ആരും എന്താ കാണാതെ പോയത്? നല്ലൊരു ആർട്ടിസ്റ്റാണ്. അതുപോലെ തന്നെ ഞാൻ ഈ അടുത്തിടെയായിട്ടാണ് ദീപ ജോസഫിനെ കുറിച്ച് അറിയാനിടയായത് കേട്ടോ. പക്ഷെ ഞാനത് കയറി നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനമാണ് തോന്നിയത്. ഒരേ സമയം തന്നെ നമ്മുടെ കോവിഡ് കാലത്ത് എല്ലാവരും പേടിച്ച് വിറച്ച് വീടിൻ്റെ ഉള്ളിലിരുന്നപ്പോൾ ആംബുലൻസ് ഡ്രൈവറായിട്ടും അതുപോലെ തന്നെ കോളേജിൽ പോകുന്ന ബസ്സിൻ്റെ ഡ്രൈവറായിട്ടും അതുപോലെ KSRT ഹെവി ലൈസൻസുള്ള ഒരു വ്യക്തിയായിട്ടും നമ്മുടെ ദീപ ജോസഫ് മുന്നേറുകയായിരുന്നു. പക്ഷേ അതൊന്നും ആരും ഇതുവരെ ഇൻ്റർവ്യൂ എടുക്കാൻ ഒരു ചാനൽ വന്നതായിട്ടും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞാൻ ആദ്യമായിട്ട് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോസ് ചെയ്തത്. പക്ഷെ നമുക്ക് സ്ത്രീകൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന നല്ലൊരു നിമിഷമാണിത്. ഞാൻ ആ ഒരു പെൺകുട്ടിയല്ല ഒരു കുടുംബിനിയോട് ബിഗ് സല്യൂട്ട് നേരാണ്. അത്രയ്ക്കും എനിക്കിഷ്ടമായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ കോവിഡ് കാലത്ത് എല്ലാവരും പുറത്തിറങ്ങാൻ പേടിച്ചിരുന്ന ആ ഒരു സമയത്ത് വിളിക്കുന്ന ആ ഒരു നിമിഷത്തിൽ തന്നെ ദീപ അവിടെ എത്തുകയും ആംബുലൻസിൽ രോഗികളെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തിരുന്നൊരു സന്ദർഭമുണ്ട്. ഞാൻ സത്യം പറയണേ, ആ ഒരു വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് കണ്ണ് നിറയുകയാണ് ചെയ്തത്. ദീപ ജോസഫിനെ പോലെ ഒരുപാട് നല്ല നല്ല വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ വരട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. നമ്മൾ നന്മ ചെയ്യുക. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ദൈവം നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുണ്ടാവും. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്നതിലൂടെ നമുക്കും എവിടെയെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ എല്ലാവരും തുണി അഴിച്ചിട്ട് നടക്കുന്ന ആളുകളുടെ പുറകെയാണ് ഇൻ്റർവ്യൂ ആയിട്ടും വീഡിയോസായിട്ടും പോസ്റ്റൊക്കെ ആയിട്ട് പോകുന്നത്. ഞാനും ഒരുപാട് വീഡിയോസ് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഇൻ്റർവ്യൂവും കണ്ടു. പക്ഷേ ഈ ദീപ ജോസഫിനെ കുറിച്ച് ഒരു ഇൻ്റർവ്യൂവും എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് പുരസ്കാരങ്ങൾ വാങ്ങിയിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് നമ്മുടെ ദീപ ജോസഫ്. അപ്പോൾ കോഴിക്കോട് സ്വദേശിയാണ്. അപ്പോൾ അതുകൊണ്ട് ദീപ ജോസഫിന് ഇരിക്കട്ടെ ഇന്നത്തെ എൻ്റെ ബിഗ് സല്യൂട്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള വനിതകളൊക്കെ വേണം മുൻപോട്ട് വരാൻ. ഇങ്ങനെയുള്ള ആളുകൾ വേണം വൈറലായി പോവാൻ. പക്ഷെ അതൊന്നല്ല ഇപ്പോൾ വൈറലാവുന്നതൊക്കെ വൃത്തികെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഇടുന്നതെല്ലാവരും വൃത്തികെട്ട കാര്യങ്ങൾക്ക് വേണ്ടി വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ദീപ ജോസഫിനെ പോലുള്ള നല്ലൊരു വ്യക്തികളെ മുന്നോട്ട് കൊണ്ടുവരാൻ നമ്മൾ മീഡിയക്കാരെല്ലാവരും ശ്രമിച്ചാൽ മുന്നോട്ട് വരും. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഒരു ഇൻ്റർവ്യൂ പോലും. എത്രയോ ആളുകളുടെ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഈ ദീപ ജോസഫ് ഞാൻ യാദൃശ്ചികമായി യൂട്യൂബ് ഇങ്ങനെ ടേൺ ചെയ്ത് പോയ സമയത്ത് ഒരു ഏട്ടൻ പറയുന്നത് കേട്ടതാട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായി അതെന്താണെന്ന് അറിയണം. അങ്ങനെ ഞാനത് കുറിച്ച് മൊത്തം തപ്പി നോക്കിയപ്പോൾ ദീപയുടെ ഓരോരോ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുന്നുണ്ട് ആ ഏട്ടന് വേണം ആദ്യത്തെ ബിഗ് സല്യൂട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള നല്ല കുടുംബിനികൾ, നല്ല സ്ത്രീകൾ നല്ല രീതിക്ക് മുൻപോട്ട് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആരും പേടിച്ച് നിൽക്കാതെ മുൻപോട്ട് നമുക്ക് അങ്ങനെ ഒരു ഡ്രൈവിംഗ് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കും അതിലേക്ക് പങ്കാളികളാവായിരുന്നു. എന്തായാലും താങ്ക് യു.